ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. 5 mm തിക്നെസ്സിലുള്ള ബീഡ്സാണ്. ഒരു നീളത്തിലുള്ള അലിഗേറ്റർ എടുത്തിട്ടുണ്ട്. ഒരു കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. 0.40 mm തിക്നെസ്സിലുള്ളൊരു ഫിഷ് ലൈനാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനം നമ്മൾ B7000 പശ കൊണ്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്, കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫിഷ് ലൈന് കൊണ്ടൊന്ന് ഇതിനെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുക. എന്നാൽ അവിടെ നല്ലവണ്ണം സ്ട്രോങ് ആയിരുന്നുള്ളൂ. കൂടാതെ നമ്മുടെ ഫിഷ് ലൈൻ ആ ക്ലിപ്പിനോട് യോജിപ്പിക്കും കൂടി ചെയ്യണം. അതിന് വേണ്ടിയാണ് ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുത്തത്. ബാലൻസ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് 2 തവണ ഒന്ന് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ചുറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ബീഡ്സ് രണ്ട് ബീഡ്സ് വീതം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. കളറൊക്കെ മാറ്റി ചെയ്ത് നോക്കാം. ഇത് 2 എണ്ണം വീതമാണ്. നമ്മളിങ്ങനെ കുറച്ച് ചെരിഞ്ഞ രീതിയിലാണ് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. ഓരോ ചുറ്റലിലും നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഉള്ളിലൂടെ നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റാൻ ശ്രദ്ധിക്കുക. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് പൊന്തുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണിത്. നന്നായിട്ട് ടൈറ്റിൽ അടുപ്പിച്ച് കോർക്കാൻ തന്നെ ശ്രദ്ധിക്കാം. ഇത് കോർത്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം നമുക്ക് പശ തേച്ചൊന്ന് ഒട്ടിക്കണം. ഇടയ്ക്കൊന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം. ചിലപ്പോൾ ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ കിടക്കും. അവസാനം ഒന്ന് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്നിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. തള്ളി നിൽക്കുന്നതൊക്കെ ഉള്ളിലോട്ടാക്കി കൊടുക്കാം. അവസാനം നമുക്ക് പശ ഒന്ന് തേക്കുന്ന ഈ എൻ്റെ ഭാഗത്ത് കൂടുതൽ പശ ഒന്ന് തേക്കണം. അതുപോലെ തന്നെ സൈഡിലൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പശ തേക്കുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും പശ വേണ്ട. പിന്നെ പശ കൂടുതലായിട്ട് ബീഡ്സിൻ്റെ മേലെ വരാതിരിക്കുന്നതാണ് നല്ലത്. ബീഡ്സിൻ്റെ കളർ മങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഇതുപോലത്തുള്ള പശയൊക്കെ ബീഡ്സിൻ്റെ കളർ പോക്കും. അപ്പം മുകളിലോട്ട് പശ ആവാത്ത രീതിയിൽ സൈഡിലൊക്കെ ഒന്ന് പശ തേക്കുക. എൻ്റെ ഭാഗത്ത് ഒന്ന് പശ തേച്ചിട്ടുണ്ട്. നന്നായിട്ട് പശ തേക്കണം എൻ്റെ ഭാഗത്ത്. എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ ഈ വയറ് കോർത്തെടുക്കണം. ഇത് ഓരോ ബീഡിൻ്റെ ആ സെൻറ്ററിലുള്ള ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് തന്നെ കോർത്തെടുക്കുക. നമ്മൾ കുറച്ച് കൂടുതൽ വയറ് ആദ്യം കരുതേണ്ടതുണ്ട് ഇതിനൊക്കെ ഉള്ളത്. അലിഗേറ്റർ ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് തന്നെയാണ് ഓരോ ചുറ്റലിനും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അവസാനം നമുക്കിതൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഇതുപോലൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഉള്ളിലൂടെ എടുത്ത് 1, 2, 3 തവണയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ ഫിഷ് ലൈൻ കെട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചിട്ടൊക്കെ കെട്ടിക്കൊടുക്കണം. ഇതിൻ്റെ മിക്കവരും കംപ്ലൈൻറ്റ് പറയുന്നതാണ് ഫിഷ് ലൈൻ കെട്ടുമ്പോൾ മുറുകി നിൽക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ കെട്ടുമ്പോൾ ഒന്ന് വലിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലോണം അങ്ങനെ ഒന്ന് വലിച്ച് പിടിക്കണം. നമ്മൾ ഒരു 3 തവണയൊക്കെ ഒന്ന് കെട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വലിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ലാസ്റ്റ് നല്ലോണം വലിക്കണം. ബാലൻസൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കരിയിച്ച് കളയാം. നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ മുമ്പ് ചെയ്ത സെറ്റിൻ്റെ അവസാനത്തെ ഒരു ഐറ്റമാണിത്. ഈ ക്ലിപ്പോട് കൂടി നമ്മളെ ഐറ്റംസൊക്കെ കഴിഞ്ഞു. ആ ഫ്രോക്കിലേക്കുള്ള ഐറ്റംസൊക്കെ നമ്മളത് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.